നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. പോർട്ടബിൾ ചാർജർ ലഗേജിൽ നിന്ന് ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശവുമായി UK സിവിൽ ഏവിയേഷൻ അതോറിറ്റി. ക്വാളിറ്റി കുറഞ്ഞതും കേടായതുമായ ലിഥിയം ബാറ്ററികൾ നിരോധിക്കപ്പെട്ടവയുടെ പട്ടികയിലുണ്ട്. ഇത്തരം സാധനങ്ങൾ ചൂടാവുകയും തീപിടിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഇത് യാത്രക്കാരുടെ സുരക്ഷയെ തന്നെ ബാധിക്കുമെന്നും CAA മുന്നറിയിപ്പിൽ പറയുന്നു. പോർട്ടബിൾ ബാറ്ററിയിൽ നിന്ന് ജനുവരിയിൽ തീപിടിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നാണ് എയർലൈനുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. യാത്ര പുറപ്പെടും മുമ്പ് എയർലൈൻ വെബ്സൈറ്റിൽ നിന്ന് നിർദ്ദേശങ്ങൾ പരിശോധിക്കണം. ഫ്ലൈറ്റിനായി ബാഗുകൾ പാക്ക് ചെയ്യുമ്പോൾ നിരോധിച്ചവയുള്ളതായി പലരും മറക്കുന്നുവെന്നും അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. 2016 മുതൽ നിലവിലുള്ള നിയമങ്ങൾ പ്രകാരമാണ് പോർട്ടബിൾ ചാർജറുകൾ കൊണ്ടുപോകുന്നത് നിരോധിച്ചിരിക്കുന്നത്. നിലവിൽ UK എയർലൈനുകൾ ഹാൻഡ് ലഗേജുകളിലും ഓവർഹെഡ് ലോക്കറുകളിലും പവർ ബാങ്കുകൾ കൊണ്ടുപോകാൻ അനുവദിക്കുന്നു. 3 വർഷത്തിനിടെ ആദ്യമായി ഇംഗ്ലണ്ടിൽ NHS പ്രിസ്ക്രിപ്ഷൻ ചാർജുകൾ മരവിപ്പിച്ചു. ഫാർമസികളിൽ നിന്നും ആവശ്യമുള്ള മരുന്നുകൾ 9.90 പൗണ്ടിന് തുടർന്ന് ലഭ്യമാകും. ബ്ലഡ് തിന്നറുകളും ആസ്മ ഇൻഹേലറുകളും പോലുള്ള ചില മരുന്നുകൾ വാങ്ങുമ്പോൾ രോഗികളിൽ നിന്നും പണം ഈടാക്കുന്നത് നീതീകരിക്കാനാകാത്തതാണെന്ന് സാമൂഹ്യ പ്രവർത്തകർ കഴിഞ്ഞ കുറേ കാലങ്ങളായി പറയുന്നു. സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് എന്നീ സ്ഥലങ്ങളിൽ ഈ തുക നൂറ്റാണ്ടുകൾക്ക് മുൻപേ നിർത്തലാക്കിയപ്പോൾ ഇന്നും അത് തുടരുന്ന ബ്രിട്ടനിലെ ഏക സ്ഥലമാണ് ഇംഗ്ലണ്ട്. ഈ മാറ്റം ദീർഘകാല രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർക്ക് ഗുണം ചെയ്യും. ഹൃദ്രോഗം, പ്രമേഹം അല്ലെങ്കിൽ വിട്ടുമാറാത്ത വേദന പോലുള്ള അവസ്ഥകൾക്ക് മരുന്ന് കഴിക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടും. അതേസമയം 3 മാസത്തെ പ്രിസ്ക്രിപ്ഷൻ പ്രീപേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിന് 32.05 പൗണ്ട് വില വരും. 12 മാസത്തിന് 114.50 പൗണ്ടായി തുടരും. ഇതുവഴി അടുത്ത വർഷം രോഗികൾക്ക് മൊത്തത്തിൽ 18 മില്യൺ പൗണ്ട് വരെ ലാഭിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസം മാത്രം ബാക്കി നിൽക്കവെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ ദേശീയ പത്രത്തിന്റെ 1-ാം പേജുകളിലെ പ്രധാന വാർത്തകൾ. കൗമാരക്കാരായ ഹാക്കർമാർ കാരണമാണോ മാർക്ക് ആൻഡ് സ്പെൻസറിലെ IT തകർച്ച ഉണ്ടായിരിക്കുന്നതെന്ന് സ്കോട്ട്ലൻഡ് യാർഡ് ഡിറ്റക്റ്റീവുകൾ അന്വേഷിക്കുന്നതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സംഭവം കമ്പനിയുടെ ഓൺലൈൻ സേവനങ്ങളെ ബാധിച്ചു. ഉപഭോക്താക്കൾക്ക് ഷോപ്പിംഗ് നടത്താനോ ഓർഡറുകൾ ട്രാക്ക് ചെയ്യാനോ കഴിയാതെ വന്നു. പ്രാഥമിക അന്വേഷണത്തിൽ ഹാക്കർമാർ സൈബർ ആക്രമണത്തിനായി സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതായി കണ്ടെത്തി. പോലീസ് ഹാക്കർമാരെ കണ്ടെത്താൻ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കുകയാണ്. ഈ സംഭവം ബ്രിട്ടനിലെ പ്രമുഖ റീറ്റെയിൽ ശൃംഖലയുടെ സുരക്ഷാ പ്രോട്ടോക്കോളുകളെക്കുറിച്ച് ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ടോണി ബ്ലെയർ നെറ്റ് സീറോ നയത്തിൽ അടിസ്ഥാനപരമായ മാറ്റം ആവശ്യപ്പെടുന്നു. ഹരിത ഊർജ്ജം വിപുലീകരിക്കാൻ പുതിയ സാങ്കേതിക വിദ്യ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വോട്ടർമാരെ ചെലവ് ബാധിക്കരുതെന്നും ഐപേപ്പർ, ദി ടൈംസ്, ദി ഡെയിലി ടെലിഗ്രാഫ് തുടങ്ങിയ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വെയിൽസിലെ രാജകുമാരനും രാജകുമാരിയും അവരുടെ 14-ാം വിവാഹ വാർഷികത്തിനായി സ്കോട്ടിഷ് ദ്വീപായ മുള്ളിലെന്ന് ദി സൺ റിപ്പോർട്ട് ചെയ്യുന്നു. കടുത്ത താരിഫുകൾക്ക് മുമ്പ് കമ്പനികൾ ഇറക്കുമതി സംഭരിക്കാൻ തിടുക്കം കാണിച്ചതോടെ മാർച്ചിൽ US വ്യാപാര കമ്മി റെക്കോർഡ് ഉയരത്തിലെത്തി. ഇത് വാൾസ്ട്രീറ്റ് സാമ്പത്തിക വിദഗ്ധരെ GDP പ്രവചനങ്ങൾ വെട്ടിക്കുറയ്ക്കാനും ആദ്യ പാദത്തിൽ സങ്കോചമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകാനും പ്രേരിപ്പിച്ചതായി ദി ഗാർഡിയനും ഫിനാൻഷ്യൽ ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലിന്റെ 2 മാസത്തെ ഉപരോധത്തെ തുടർന്ന് ഗാസയിൽ കുറഞ്ഞത് 65,000 കുട്ടികളെങ്കിലും കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്ന് ഡെയിലി മിറർ റിപ്പോർട്ട് ചെയ്യുന്നു. ഹാട്രിയൻസ് വാളിനടുത്തുള്ള പ്രശസ്തമായ സൈക്കമോർ ഗ്യാപ്പ് മരം 2 സുഹൃത്തുക്കൾ മൊറോണിക് മിഷൻ എന്ന പേര് നൽകി മുറിച്ചതായി മെട്രോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇവരിത് വീഡിയോയിൽ പകർത്തുകയും കോടതി വിചാരണയ്ക്കിടെ ഇത് തെളിവായി സ്വീകരിക്കുകയും ചെയ്തു. പ്രദേശത്തെ പൈതൃകത്തിനും പ്രകൃതിക്കും വലിയ നഷ്ടമുണ്ടാക്കിയത് പൊതുജനങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിനും കാരണമായി. ഇവയെല്ലാമായിരുന്നു ഇന്നത്തെ ദേശീയ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കാം. 1000-ലധികം NHS ഫിസിഷ്യൻ അസോസിയേറ്റുകളെ പഠിപ്പിക്കുന്നതിനായി GMC 36 കോഴ്സുകൾക്ക് അംഗീകാരം നൽകി. ജനറൽ മെഡിക്കൽ കൗൺസിൽ UKയിലെ NHSന് കീഴിൽ 1000-ലധികം ഫിസിഷ്യൻ അസോസിയേറ്റ്സിനെ പരിശീലിപ്പിക്കുന്നതിനായി 36 കോഴ്സുകൾ അംഗീകരിച്ചു. ഈ പുതിയ അക്രഡിറ്റേഷൻ ഫിസിഷ്യൻ അസോസിയേറ്റ്സിനും അനസ്തീഷ്യ അസോസിയേറ്റ്സിനും രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു പ്രധാന നാഴികക്കല്ലാണെന്ന് GMC വ്യക്തമാക്കി. രോഗനിർണയം, ചികിത്സ, രോഗികളുടെ മാനേജ്മെന്റ് എന്നിവയിൽ ഫിസിഷ്യൻ അസോസിയേറ്റ്സ് പിന്തുണ നൽകുന്നു.
ഈ കോഴ്സുകൾ 2026ഓടെ GMCയുടെ റെഗുലേറ്ററി ചട്ടക്കൂടിന് കീഴിൽ വരും. ഈ അക്രഡിറ്റേഷൻ രോഗികൾക്ക് പ്രൊഫഷണലുകളിൽ വിശ്വാസം ഉറപ്പാക്കുമെന്ന് GMCയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ചാർലി മാസി പറഞ്ഞു. ഇതിലൂടെ പ്രതിവർഷം 1059 ഫിസിഷ്യൻ അസോസിയേറ്റുകളും 42 അനസ്തീഷ്യ അസോസിയേറ്റുകളും NHSൽ യോഗ്യത നേടും. ഫിസിഷ്യൻ അസോസിയേറ്റുകൾ സാധാരണയായി ഹെൽത്ത് അല്ലെങ്കിൽ ലൈഫ് സയൻസ് ബിരുദധാരികളാണ്. 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പരിശീലനം പൂർത്തിയാക്കിയവർ. NHS എംപ്ലോയേഴ്സ് CEO ഡാനി മോർട്ടിമർ ഫിസിഷ്യൻ അസോസിയേറ്റുകളുടെയും അനസ്തീഷ്യ അസോസിയേറ്റുകളുടെയും വിദ്യാഭ്യാസവും മേൽനോട്ടവും ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമഘട്ടത്തിലേക്ക്. ഇന്ത്യയും UKയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമഘട്ടത്തിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇതിന്റെ ഭാഗമായി ഓരോ വർഷവും UK ഇന്ത്യക്കാർക്കായി 100 പുതിയ വിസകൾ പുറത്തിറക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനകൾ പുറത്തുവന്നു. ഇന്ത്യക്കാർക്കുള്ള വിസ നിയന്ത്രണങ്ങളിൽ നിന്ന് നിലവിലുള്ള നടപടിക്രമങ്ങളിലേക്കുള്ള മാറ്റങ്ങൾ സ്വതന്ത്ര വ്യാപാര ചർച്ചകളിലെ പ്രധാന വിഷയമാണ്. UKയുടെ ഹോം ഓഫീസ് വിസ നടപടിക്രമങ്ങളിൽ ഇളവ് നൽകാൻ വിമുഖത കാണിക്കുന്നതാണ് സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമഘട്ടത്തിലെത്തുന്നതിന് തടസ്സമായി നിന്നത്. നെറ്റ് മൈഗ്രേഷൻ ഉയരുമെന്നതാണ് ഹോം ഓഫീസ് ഇതിനെ എതിർക്കുന്നതിൻ്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ മാറ്റങ്ങൾക്ക് വിവിധ കോണുകളിൽ നിന്ന് മാറ്റങ്ങൾ കിട്ടിയതായാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ എത്ര ഇന്ത്യൻ തൊഴിലാളികൾക്ക് പ്രയോജനപ്രദമാകുമെന്ന ചോദ്യങ്ങൾക്ക് നിലവിൽ ഒരു കണക്ക് പുറത്തുവിടാൻ സാധിക്കില്ലെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ വിശദമാക്കിയത്. ഇന്ത്യയുടെ ചീഫ് ട്രേഡ് നെഗോഷിയേറ്റർ പീയൂഷ് ഗോയൽ ഈ ആഴ്ച ലണ്ടനിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെടാൻ സർ കിയർ സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇത് UK ബിസിനസ്സുകൾക്കുള്ള അവസരങ്ങൾ മെച്ചപ്പെടുത്തുകയും താരിഫ് കുറയ്ക്കുകയും ചെയ്യുമെന്ന് UKയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും ബിസിനസ്സുകൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ നിർണായകമാണെന്ന് സോഷ്യൽ മീഡിയയായ Xൽ പീയൂഷ് ഗോയൽ പറഞ്ഞു. ഓട്ട്ലി റൺ ക്രോസ്ബോ ആക്രമണ കേസിലെ പ്രതി മരിച്ചു. സൈക്കോ കില്ലർ പദ്ധതിയിട്ടത് കൂട്ടക്കൊല നടത്താൻ. ശനിയാഴ്ച ഹെഡ്ലിംഗിലെ പ്രശസ്തമായ ഓട്ട്ലി റൺ പബ് ക്രോൾ ആക്രമണത്തെ തുടർന്ന് ഓവൻ ലോറൻസിനെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇയാൾ സ്വയം മുറിവേൽപ്പിച്ചതാണ് മരണകാരണമായതെന്ന് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു. ആക്രമണം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇയാൾ കടുത്ത വിദ്വേഷം നിറഞ്ഞ മെസ്സേജുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളെയും പോലീസിനെയും നൈറ്റ് ക്ലബിൽ പോകുന്നവരെയുമായിരുന്നു ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നത്. ആക്രമണത്തിൽ പരിക്കേറ്റ 19, 31 വയസ്സുള്ള 2 സ്ത്രീകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിൽ ഒരാളെ നേരത്തെ തന്നെ ഡിസ്ചാർജ് ചെയ്തിരുന്നു. ധാരാളം കാൽനടയാത്രക്കാരുള്ള പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ തിരക്കേറിയ സമയത്ത് നടന്ന സംഭവത്തെ ഭയാനകം എന്നാണ് ഹെഡ്ലി കൗൺസിലർ അബ്ദുൽ ഹന്നാൻ വിശേഷിപ്പിച്ചത്. ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്ന ഒട്ടേറെ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ലീഡ്സ്. UKയിലെ പ്രാദേശിക കൗൺസിൽ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. പാർലമെന്റ് ഇലക്ഷന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിത്. 1641 കൗൺസിലർമാരെയും 6 മേയർമാരെയുമാണ് തിരഞ്ഞെടുക്കുന്നത്. രാവിലെ 7 മുതൽ രാത്രി 10 വരെയാണ് വോട്ടെടുപ്പ്. കേംബ്രിഡ്ജ്ഷെയർ, ഡെർബിഷെയർ, ഡെവൻ, ഗ്ലോസസ്റ്റർഷെയർ, ഹെർട്ട്ഫോർഡ്ഷെയർ, കെന്റ്, ലങ്കാഷെയർ, നോട്ടിംഗ്ഹാംഷെയർ, വാർവിക്ക്ഷെയർ തുടങ്ങിയ കൗണ്ടി കൗൺസിലുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ബക്കിംഗ്ഹാംഷെയർ, കോൺവാൾ, കൗണ്ടി ഡർഹാം തുടങ്ങിയ യൂണിറ്റ് അതോറിറ്റീസ് കൗൺസിലുകളിലേക്കും ഡോൺകാസ്റ്റർ മെട്രോപൊളിറ്റൻ ജില്ലാ കൗൺസിലിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന 23 കൗൺസിലുകളിൽ 19 എണ്ണം നിയന്ത്രിക്കുന്നത് കൺസർവേറ്റീവ് പാർട്ടിയാണെങ്കിലും ഇത്തവണ കനത്ത പരാജയം ഉണ്ടാകുമെന്നാണ് സർവേ ഫലങ്ങൾ നൽകുന്ന സൂചന. 700-ൽ പരം സിറ്റിംഗ് സീറ്റുകൾ കൺസർവേറ്റീവ് പാർട്ടിക്ക് നഷ്ടപ്പെടുമെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള റിഫോം UKയുടെ ശക്തമായ സാന്നിധ്യമാണ് കൺസർവേറ്റീവ് പാർട്ടിക്ക് തിരിച്ചടി നൽകുന്നത്. സർക്കാരിനെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ലേബർ പാർട്ടിയും കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടിയേക്കാൾ കൗൺസിലർമാരെ നേടിയ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയും ചിലയിടങ്ങളിൽ സാന്നിധ്യമറിയിച്ച് മത്സരരംഗത്തുണ്ട്. UKയിൽ താമസിക്കുന്ന മക്കളോടൊപ്പം ഈസ്റ്റർ ആഘോഷിക്കാനെത്തിയ പിതാവിന് ദാരുണാന്ത്യം. തൊടുപുഴ ഉടുമ്പന്നൂർ നടുക്കുടിയിൽ NV ജെയിംസാണ് മരിച്ചത്. പെസഹ വ്യാഴാഴ്ച പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കാൽ തട്ടി വീണ് ഗുരുതരാവസ്ഥയിൽ പരിക്കേറ്റ ജെയിംസിനെ കെന്റ് NHS ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീഴ്ചയിൽ തലച്ചോറിനേറ്റ ക്ഷതം മൂലം രക്തസ്രാവം നിലയ്ക്കാതിരുന്നതാണ് മരണകാരണം. 2 ആഴ്ച മുൻപാണ് മക്കളോടൊപ്പം താമസിക്കാൻ ജെയിംസ് UKയിലെത്തിയത്. സംസ്കാരം പിന്നീട് ഉടുമ്പന്നൂർ മങ്കുഴി പള്ളിയിൽ. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാക്കുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും
Q മലയാള UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.